ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് രാവിലെ 5 മണിക്ക് നീച്ചിരിക്കുക കേട്ടോ ഗേസ്. എന്താ പറയുക, കുഞ്ഞോൾക്ക് പനിക്കുന്നുണ്ട്. അപ്പോൾ ഗുളിക കൊടുത്തിട്ട് അങ്ങനെ ഇനിയിപ്പോൾ കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ കാക്ക പിരിവിന് പോകണം. അപ്പോൾ അങ്ങനെ ഇരിക്കേണ്ട, തലവേദന കുറഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് ഷാൾ ഇങ്ങനെ വിരിഞ്ഞ് കെട്ടിയേക്കണത്. നന്നായി നെറ്റിയുമ്പോൾ ഇങ്ങനെ വിരിഞ്ഞ് കെട്ടിയിട്ടുണ്ട് ഞാൻ. തലവേദന വൈകുന്നേരം ആകുമ്പോഴാണ് ഒന്ന് കുറഞ്ഞേക്കണത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ വഴിയേ പറയട്ടെ. ഇന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. രാവിലത്തെ കുറച്ച് വീഡിയോ എടുത്തേക്കണം. എനിക്ക് ചായയുടെ കടി ഉണ്ടാക്കണതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നിറച്ച് പാറ്റയാണ് കേട്ടോ. അടുക്കളയിൽ നിറച്ച് പാറ്റ. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഓരോന്നൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പാറ്റ അവിടെ ഇങ്ങനെ ലൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ കിടന്ന് പാറുന്നുണ്ട്. മഴ പെയ്തിട്ട് ചെറിയ പാറ്റകൾ. അപ്പോൾ ചായയൊക്കെ ഒന്ന് തിളച്ചു. പിന്നെ ബീഫ് ഞാൻ പറഞ്ഞില്ലേ, പള്ളിയിൽ നിന്ന് കിട്ടിയ ബീഫ് അങ്ങനെ ഇരിക്കുക. അത് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരത്ത് ഇക്ക അത് കൂട്ടാൻ വയ്ക്കണം കേട്ടോ. പിന്നെ നീർദോശയാണ് ഇന്ന് ചായക്ക് കടി. പിന്നെ എന്താണെന്നറിയില്ല ഗേസ്, കഷ്ടകാലം വന്ന് കൂടിയുണ്ട് കുടുംബത്ത്. എന്താണെന്നൊരു പിടിയില്ല. അപ്പോൾ ഒക്കെ അങ്ങോട്ട് തട്ടി നീങ്ങിയൊക്കെ ഇങ്ങനെ പോകണുണ്ട് കേട്ടോ. വലിയ അബദ്ധമൊന്നും എത്തിക്കണില്ല പഠിച്ചോ. ഒക്കെ തട്ടി നീങ്ങി പോകണുണ്ട്. എന്തായാലും കൊള്ളാം. നല്ലൊരു എന്താ പറയുക, പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം എന്തോ കഷ്ടകാലം വന്നിക്കുക. അപ്പോൾ പഠിച്ചവനോട് ദുആ ചെയ്യുക. പ്രാർത്ഥനയിലൊക്കെ നമ്മുടെ ഒന്ന് ഉൾപ്പെടുത്ത്. നിങ്ങളതിനെല്ലാം ഞങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താണെന്നറിയില്ല, കഷ്ടകാലങ്ങളൊന്നും ആർക്കും തരല്ലേ. നല്ല പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ ശരിയായി വരുന്നുണ്ട്. അപ്പോൾ പച്ചരി ഇന്നലെ കഴുകാണ്ടാണ് വെള്ളത്തിലിട്ടിട്ടാണ്. ഇന്നലെ ഉപ്പ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഉപ്പ വന്ന് പോയതിന് ശേഷം കുഞ്ഞോട് ഇത്തിരി ഉഷാറായി എന്നൊക്കെ പറഞ്ഞില്ലേ ഇന്നലത്തെ വീഡിയോയിൽ. പക്ഷെ ഇന്നലെ സത്യമായിട്ട് ഉഷാറായി. വൈകുന്നേരമൊക്കെ നന്നായി അവൾ കളിക്കുകയൊക്കെ ചെയ്തു. തല നോക്കലും ഭയങ്കര ഇൻട്രസ്റ്റൊക്കെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുല്ലോ. പിന്നെ അവൾക്ക് നേരം പുലർച്ചയ്ക്കൊന്ന് പനിച്ചു. പിന്നെ ഛർദ്ദിച്ചു. പിന്നെ ഛർദി തന്നെ ഒരു 3-4 പ്രാവശ്യം ഛർദി തന്നെ. ഭക്ഷണം കഴിച്ച ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അപ്പം ഛർദി. ആ മെഡിക്കൽ കോളേജിലേക്കൊക്കെ കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. കാലത്ത് വീഡിയോ ആണ്. ഇപ്പോൾ ഒക്കെ പോകുമ്പോൾ ഒന്നും വലിയ കുഴപ്പമില്ല. പനിയുടെ ഗുളിക കൊടുത്തിട്ടാണ് ഒക്കെ പോണത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലാച്ചിട്ട് ഒക്കെ പോയി. പിന്നെ ഛർദിക്ക് തന്നെ ആയപ്പോൾ ഞാൻ വിളിച്ചു, പോരെ പിരിവൊക്കെ അവിടെ നിർത്തിക്കോ, അങ്ങോട്ട് പോരെ, നമുക്ക് മെഡിക്കലിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫൈസീന് എന്തായാലും മദ്രസയ്ക്ക് പറഞ്ഞേക്കണം കേട്ടോ. ഉണ്ണിമോള് മദ്രസയിൽ പോയിട്ടില്ല. അവൾക്ക് ചുമ അങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞേച്ചില്ല കേട്ടോ. രാവിലെ തന്നെ ഇനി മഞ്ഞും മഴയും തണുപ്പൊക്കെ ആയിട്ട് അധികം അവൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞേച്ചില്ല. നാളെ തൊട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞേക്കാം. അപ്പോൾ അവൾ അതിൻ്റെ മുകളിൽ കയറി കിടക്കുന്നുണ്ട്. ഫൈസിയുടെ അടുത്ത് കണ്ടില്ലേ, ഇതിപ്പോൾ എന്താ വെച്ചിട്ടാ, ഇത് കാലുമ്പിക്ക് തിളച്ച വെള്ളം വീണു. തിളച്ച വെള്ളം എന്താ നീറിയിട്ടൊരു പാകമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എന്ത് കഷ്ടകാലമാണ് വന്നേക്കണെന്ന് എനിക്ക് അറിയില്ല. ചെക്കന് കുളിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വേണം പറഞ്ഞു. അവന് പച്ചവെള്ളം വേണ്ട. അപ്പോൾ ഞാൻ എന്താ കാട്ടി, വെള്ളം കൊണ്ടുപോയിക്കുമ്പോഴത്തേനും ഇവൻ ബാത്റൂമിൽ പോയിട്ട് ബക്കറ്റ് നിറച്ചിട്ടേക്കുക. അതിലേക്ക് ഞാൻ എങ്ങനെ ഈ ചൂടുവെള്ളം ഒഴിക്കുക? അതങ്ങോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇത് വെള്ളം അങ്ങോട്ട് ബാത്റൂമിൽ ഇറക്കി വെക്കലും അതിൻ്റെ കൈ വഴുക്കി കാലുമുക്കൂടെ കമന്നു. വെളുത്ത കാലിട്ടാ. നല്ല നീറ്റുണ്ടായിരുന്നു. പഠിച്ചോനേന്ന് വിളിച്ചിട്ട് ഇങ്ങനെ നടന്നിരുന്നു ചേട്ടാ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അതൊക്കെ അവിടെ കഴിഞ്ഞു. നീറിലൊക്കെ കുറഞ്ഞു കേട്ടോ. കാൽനീറ്റൊക്കെ കുറഞ്ഞപ്പോൾ ഇത് മെഡിക്കൽ കോളേജിലാണ് ഞാൻ നിൽക്കണത്. കുഞ്ഞോളെയും കൊണ്ട് വന്നിരിക്കുകയാണ്. തലയിൽ തട്ടിട്ടിട്ടില്ല. എന്താ വെച്ചിങ്ങനെ എൻ്റെ ഷാളിൽ ഫുള്ള് ഛർദ്ദിച്ച് കൊളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തോർത്തുമുണ്ട് ഞാൻ ഇങ്ങനെ മേത്ത് കൂടെ ഇട്ടേക്കട്ടെ. മാസ്ക് ഞാൻ ഊരിയിട്ടില്ല. അപ്പോൾ തട്ടൊന്നും ഇല്ല തലയിൽ. എന്തായാലും ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ അങ്ങനെ ഛർദ്ദിച്ച കാരണം ഷാൾ ഇപ്പോൾ ഒന്നിനും പറ്റില്ല. ഷാൾ എങ്ങനെ തലയിൽ കൂടെ ഇടുക? അപ്പോൾ തോർത്തുമുണ്ടാണ്. അപ്പോൾ ഇക്കതാ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ക്ഷീണമൊക്കെ ഒന്ന് മാറി. ഒരു ഇഞ്ചക്ഷൻ ചെയ്തു ഛർദി നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ കഫക്കെട്ടൊക്കെ നല്ല കുറവുണ്ട്. പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഛർദ്ദിച്ചിട്ടില്ല അവൾ. പനിച്ചിട്ടുമില്ല കേട്ടോ. ഒരു പ്രാവശ്യം പനിച്ചു ആശുപത്രി വെച്ചിട്ട്. അപ്പോൾ ഡോക്ടർ അപ്പോൾ തന്നെ എന്താ പറയുക, പാരസെറ്റമോളില്ലേ പകുതി തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് പോരുകയാണ്. ചെക്കൻ അവിടെ വിളിച്ചിട്ട് ഒരു സൗകര്യമില്ല. ഉണ്ണിമോള് കുഴപ്പമില്ല, അവൾ ഇത്തിരി വലുതായില്ലോ. ഇവന് എന്നെ കാണണം, ഉപ്പച്ചീനെ കാണണം വിളിച്ചിട്ട് എവിടെ എത്തി എന്താ വരാത്ത് പറഞ്ഞിട്ട്
ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇതാ വരുന്നടാ എന്നൊക്കെ പറഞ്ഞ് എന്താ ഏത് നേരം ഫോണിലായിരുന്നു കേട്ടോ. അപ്പച്ചിയുടെ ഫോണിലേക്ക് എന്താ വരാത്ത പറഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ടില്ലടാ, മെയിൻ ഡോക്ടർ വന്ന് നോക്കിയിട്ട് കുഞ്ഞോൾക്ക് കുഴപ്പമില്ലെങ്കിൽ പോരാന്നൊക്കെ പറയുമ്പോൾ അവൻ സമ്മതിക്കണില്ല. മര്യാദയ്ക്ക് ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞിട്ട് നല്ല അങ്കായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ ഉപ്പാടെ അടുത്താക്കിയിട്ടാണ് പോയത്. അവന് ഇവിടെ ഒന്നും നിൽക്കില്ല. എൻ്റെ വീട്ടിലെച്ചെങ്കിൽ അവൻ പിന്നെ നിൽക്കൂട്ടെ. എൻ്റെ ഉപ്പാടെ അടുത്ത് അവന് നിൽക്കും. അപ്പം അവനെ ഭയങ്കര ഇതാണ്. അപ്പോൾ വീട്ടിലേക്കൊന്നും അവനെ ആക്കി കൊടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ അവിടെ ആക്കി ഞങ്ങൾ എന്താ പോന്നു, കുഴപ്പമൊന്നും ഇല്ലാണ്ട് വീട്ടിലെത്തിയപ്പോൾ എന്താ സന്തോഷം വെച്ചിട്ട കുട്ടികളെ ഞങ്ങളെ കണ്ടപ്പോൾ പൈസ നോക്ക് ചിരി നിൽക്കണില്ല. എത്ര നേരമായി ഇപ്പോൾ പോയിട്ട് എന്നിട്ട് വന്ന വശം ക്ലോക്കിൻ്റെ മുകളിൽ പോയിട്ട് ഈ സൂചി ഇത്ര ഇപ്പോൾ പോയതാ, എന്നിട്ട് ഇതേ വരെയായിട്ട് വന്നിട്ടില്ല. ഞാൻ എത്ര നേരം അറിയോ കാത്തിക്കണ്. റോട്ടിൽ നിന്ന് കയറിയിട്ടില്ല. ഫാൻ്റെ ഒക്കെ നനച്ച് ചളി തന്നെ. ആ ഫാനിൻ്റെ മൂടൊക്കെ കീറി പൊളിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ കാട്ടിക്കൂട്ടിയാണാവോ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. ഇന്ന് ഉണ്ടായ സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുണ്യമോൾ ഇവിടെ മൈക്കപ്പൊക്കെ ചെയ്ത് മുഖത്തൊക്കെ കൈരിയൊക്കെ വെച്ച് തേമ്പിയുണ്ട് കേട്ടോ ഞങ്ങൾ പോയ സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ രണ്ടാളും കൂടി എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.